ഹലോ എവ്രിവൺ, എല്ലാവർക്കും ടാരോട്ട് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണ് നിങ്ങളുടെ ക്രഷിന് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്? അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അതുപോലെ തന്നെ അവരുടെ അടുത്ത ആക്ഷൻ എന്താണ്? ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. ഇതൊരു പോസിറ്റീവ് കാർഡാണ്. അവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ അവർ വളരെ കംഫർട്ടബിളാണ്. അവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട്. അവർ സ്വപ്നം കണ്ട വ്യക്തി നിങ്ങളാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ അവരുടെ സ്വപ്നത്തിൽ അവരൊരാളെ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ അവർ കണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ വ്യക്തി, നിങ്ങളുടെ ഈ ക്രഷ് എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല ഒരാളാണ്. അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാനീ പറയുന്നത് മെയിലാകാം ഫീമെയിലാകാം, ആർക്കാണെങ്കിലും റെസണേറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു ലോങ് ടൈം റിലേഷൻഷിപ്പാണ്. 6 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് മാരേജിനെയും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്രഷ് നിങ്ങളുമായി ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ മാരേജ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഇന്ന് സ്നേഹിച്ച് നാളെ ഉപേക്ഷിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പോൾ പെട്ടെന്ന് കണ്ട് കൂടെ കൂട്ടി കുറച്ച് നാൾ കഴിഞ്ഞ് ആ റിലേഷൻ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിയല്ല അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതകാലം മുഴുവൻ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഒരു ലവിങ് പേഴ്സണാണ്. നിങ്ങളുടെ ക്യാരക്ടർ അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങൾ വളരെ ഫ്രീ ആയി സംസാരിക്കുന്നത്, ഓപ്പണായി ചിരിക്കുന്നത്, അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നതും എല്ലാം കാണുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുവാനും അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ വ്യക്തി വളരെ സ്ട്രോങ് ആയി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനും സാധിക്കും. ഒരുമിച്ചൊരു സന്തോഷകരമായ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനും സാധിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ അതുപോലെ തന്നെ ചില ചലഞ്ചസുകളുണ്ട്. അതായത് അത് ചിലപ്പോൾ കാസ്റ്റ് ആകാം. 2 കാസ്റ്റ് ആണെങ്കിൽ അതൊരു ചലഞ്ച് തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഏജ് ഡിഫറൻസ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള വ്യത്യാസമാകാം. അങ്ങനെ ഒരുപാട് ചലഞ്ചസും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ഉടനെ തന്നെ സാധ്യമാകുമെന്നാണ്.